പ്രവർത്തന നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച വഖഫ് ബോർഡ്. വഖഫ് ബോർഡിനെ കേൾക്കാതെയാണ് ഹൈക്കോടതിയുടെ ഉത്തരവെന്ന് ഹർജിയിൽ പറയുന്നു. വിവാദങ്ങൾക്കിടെ അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ച് വഖഫ് ബോർഡിന്റെ നിയന്ത്രണം സർക്കാർ ഏറ്റെടുത്തു. അതേസമയം മുസ്ലിം ഇതര അംഗങ്ങളെ ഉൾപ്പെടുത്താനുള്ള നീക്കത്തിൽ സമസ്തയിലും ബോർഡിലും ഭിന്നാഭിപ്രായമുണ്ട്. നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലെ വിലക്ക് നീക്കണമെന്നാണ് സുപ്രീം കോടതിയിൽ വഖഫ് ബോർഡ് സമർപ്പിച്ച ഹർജിയിലെ ആവശ്യം. ബോർഡിന്റെ മേൽനോട്ട ചുമതല ഉദ്യോഗസ്ഥന് നൽകിയ നടപടി റദ്ദാക്കണമെന്നും അപ്പീലിൽ പറയുന്നു. ബോർഡിന്റെ പ്രവർത്തനം തടയാൻ ഹൈക്കോടതിക്ക് അധികാരമില്ല. ഇടക്കാല ഉത്തരവ് ബോർഡിന്റെ ഭാവി പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നു. അപ്പീൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി മറുപടി നൽകി. അതേസമയം മുസ്ലിം ഇതര അംഗങ്ങളെ നിയമിക്കുന്നതിൽ സംസ്ഥയിലെയും വഖഫ് ബോർഡിലെയും ഭിന്നിപ്പ് മറനീക്കി പുറത്തുവന്നു. അമുസ്ലിം അംഗങ്ങളെ നിയമിക്കുന്നതിനെതിരെ ഇന്നലെ സത്താർ പന്തലൂർ അടക്കമുള്ള സമസ്ത യുവ നേതാക്കന്മാർ രംഗത്ത് വന്നിരുന്നു. എന്നാൽ മുസ്ലിം ഇതര അംഗങ്ങളെ നിയമിക്കുന്നതിൽ എതിർപ്പില്ലെന്നാണ് വഖഫ് ബോർഡ് അംഗം കൂടിയായ സമസ്ത മുഷാവറ പ്രതിനിധി ഉമർ ഫൈസി മുക്കത്തിന്റെ നിലപാട്. വേക്കന്റായി കിടക്കുന്ന പോസ്റ്റില് സർക്കാരാണ് നിയമിക്കേണ്ടത്, എപ്പോഴും നിയമിക്കാം. പിന്നെ അതിന് വേറെ കോടതിയിൽ പോയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവർ നിയമിക്കാത്ത കുറ്റം അവരുടെ കുറ്റമാണ്, ബോർഡല്ല നിയമിക്കേണ്ടത്. സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നപ്പോ അതിനെല്ലാവരും എതിർത്തിട്ടുണ്ട്. പാർലമെന്റ് പാസ്സാക്കിയ നിയമമായില്ലേ, പിന്നെ അത് അംഗീകരിക്കണം. അത് ചെയ്യേണ്ടത് പിന്നെ സർക്കാരാണ്. വിവാദം തുടരുന്നതിനിടെ കോടതി നിർദ്ദേശപ്രകാരം വഖഫ് ബോർഡിൽ അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ച് ഉത്തരവിറങ്ങി. മദീന ബീഗത്തിനായിരിക്കും അഡ്മിനിസ്ട്രേറ്റർ ചുമതല. ഇതോടെ വഖഫ് ബോർഡിന്റെ നിയന്ത്രണം ഏറെക്കുറെ സർക്കാരിന്റെ കൈകളിലായി. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.